ഇന്ന് എഡിറ്റേഴ്സ് അനാലിസിസിൽ നിങ്ങൾ വിശകലനം ചെയ്യാൻ പോകുന്ന വിഷയം ഞങ്ങൾ കേന്ദ്ര സർക്കാർ പൗരന്മാരായ നിങ്ങളുടെ ഫോണിൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അധികം വൈകാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന രഹസ്യ ആപ്പായ സഞ്ചാർ സാരഥിയെക്കുറിച്ചല്ലേ എന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിലെ സുഹൃത്തായ കൂട്ടുകാരൻ കളിയാക്കി ചോദിച്ചാൽ അത് കളിയല്ല, യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഫോണിൽ പൗരന്മാരായ നാം എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാനുള്ള ആകാംക്ഷ ലോകത്തെ എല്ലാ ഭരണകൂടങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ഈ എഡിറ്റേഴ്സ് അനാലിസിസ് ഈ നിമിഷം നിങ്ങൾ ഫോണിലൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് മുൻപും അതിന് ശേഷവും എന്ത് ചെയ്യും എന്നതടക്കം ഭരണകൂടത്തിന് നിരീക്ഷിക്കാൻ കഴിയും. ഏറ്റവും ഒടുവിൽ ഈ ആപ്പിൻ്റെ പ്രീ ഇൻസ്റ്റാൾ നിബന്ധനയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും സംശയങ്ങൾ ബാക്കിയാവുകയാണ്. ഇന്ത്യൻ പൗരന്മാരായ നമ്മുടെയെല്ലാം മൊബൈൽ ഫോണുകൾ അത് വെറും ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമല്ല, അത് നമ്മുടെ സ്വകാര്യ ലോകമാണ്. നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ചലനങ്ങൾ എല്ലാം ഈ ഉപകരണത്തിലാണ് രേഖപ്പെടുത്തുന്നത്. ആ ലോകത്തേക്ക് ഒരു ഭരണകൂടം നിർബന്ധപൂർവ്വം ഒരു ചാരക്കണ്ണുമായിട്ട് കടന്നു വന്നാൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഭരണകൂടം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ അപകടം എന്നുള്ള നിലയ്ക്കാണ് സഞ്ചാർ സാഥി എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് തൽക്കാലത്തേക്ക് പ്രീ ഇൻസ്റ്റാൾ നിർത്തലാക്കി എന്നുള്ള അറിയിപ്പ് വരുന്നതും. പക്ഷേ അത് താൽക്കാലികമായിട്ടുള്ളൊരു അറിയിപ്പാണ് എന്ന് വിചാരിക്കേണ്ടി വരുന്നു. ഈ ആപ്പ് എല്ലാ സ്മാർട്ട് ഫോണുകളിലും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയുണ്ടായി. ഫോൺ മോഷണം പോയാൽ ട്രാക്ക് ചെയ്യാനും വ്യാജ കോളുകൾ തടയാനും സഹായിക്കുന്ന ഒരു സഹായിയായിട്ടാണ് സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തെ സർവൈലൻസ് രാഷ്ട്രമാക്കാനുള്ള ഏറ്റവും പുതിയതും ഏറ്റവും അപകടകരവുമായിട്ടുള്ള നീക്കമാണ് എന്ന് കരുതേണ്ടി വരുന്നു. ഈ ആപ്പ് നിർബന്ധമാക്കാനുള്ള സർക്കാർ ഉത്തരവിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരൂഹത എന്താണ് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ നീക്കം രഹസ്യമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചത്? നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ മൗലികാവകാശം ഈ സാധിയുടെ വരവോടെ കാറ്റിൽ പറക്കുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതോ നമ്മുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലെ സംസാരങ്ങൾ പോലും ഭരണകൂടം അറിയുന്ന ഏകാധിപത്യ കാലത്തിലേക്ക് നാം തിരിച്ചു പോവുകയാണോ? ഈ ചോദ്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. സഞ്ചാർ സാഥിയുടെ ദുരൂഹമായിട്ടുള്ള വരവിനെക്കുറിച്ചാണ് നമ്മൾക്ക് ആദ്യമേ സംസാരിക്കേണ്ടത്. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് പ്രേക്ഷകർക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും മൊബൈൽ ഫോണിൽ ഒരു SMS വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മെസ്സേജുകൾ പരിശോധിച്ചാൽ മതി, അത് നോക്കുക. അതിൽ ഇങ്ങനെ ഒരു സന്ദേശം വന്നു കിടക്കുന്നുണ്ടാവും: നിങ്ങളുടെ പേരിൽ എത്ര സിമ്മുകളുണ്ട്, ആരെങ്കിലും നിങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, സഞ്ചാർ സാഥി ഉപയോഗിച്ച് പരിശോധിക്കുക. ഈ ഒരു സന്ദേശത്തെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് വച്ച വാദം ഇതാണ്: ഫോൺ മോഷണം തടയാൻ, വ്യാജ കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ, സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു സഞ്ചാർ സാഥി എന്ന്. ഇതിലെ യാഥാർത്ഥ്യം എന്നത് ഇതൊന്നുമല്ല. ഈ ആപ്ലിക്കേഷൻ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും, ഉപയോഗത്തിലിരിക്കുന്ന ഫോണുകളിലും, വിപണിയിലെത്തിച്ച ഫോണുകളിലും ഉപയോക്താക്കൾക്ക് നീക്കം ചെയ്യാൻ ആവാത്ത രീതിയിലുള്ള നോൺ റിമൂവബിൾ പ്രീ ഇൻസ്റ്റാൾഡ് വിധത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് സർക്കാർ രഹസ്യമായിട്ട് നേരത്തെ മൊബൈൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയത്. അതിൽ നിന്ന് പ്രീ ഇൻസ്റ്റാൾഡ് എന്ന ആ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരുന്നത്. ഒരു ക്ഷേമ പദ്ധതിയുടെ കാര്യമായാലും, ഒരു പുതിയ റോഡിൻ്റെ ഉദ്ഘാടനമായാലും, എന്ത് ചെറിയ കാര്യമായാലും അവിടെ പ്രധാനമന്ത്രിയുടെ ചിത്രമൊക്കെ വെച്ച് വലിയ പരസ്യവാചകങ്ങളോടുകൂടി ആഘോഷിച്ച് ജനങ്ങളോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്തുകൊണ്ടാണ് പൗരന്മാരുടെ ഫോണുകളിലേക്ക് കടന്നു കയറാനുള്ള ഈ സുപ്രധാനമായ നീക്കത്തെ രഹസ്യമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ ആപ്പിൾ, സാംസങ്, ഷവോമി തുടങ്ങിയിട്ടുള്ള കമ്പനികൾക്ക് രഹസ്യ നിർദ്ദേശം നൽകിയപ്പോൾ വലിയൊരു ചോദ്യം വരികയുണ്ടായി: ദുരുദ്ദേശമില്ല എങ്കിൽ സുതാര്യത ഉറപ്പാക്കാൻ എന്തുകൊണ്ട് പരസ്യമായിട്ട് ഉത്തരവിറക്കിയില്ല? ഈ വിവരം പുറത്തു വന്നപ്പോൾ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വിശദീകരണം വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ്? ആപ്പ് ഡിലീറ്റ് ചെയ്യാം, ഉപയോഗിക്കേണ്ടവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഇത് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. കാരണം പ്രീ ഇൻസ്റ്റാൾ ചെയ്യണം, ഡിലീറ്റ് ചെയ്യാനാവാത്ത വിധം എന്നുള്ള മുൻ ഉത്തരവ് ഉണ്ട്. ആ മുൻ ഉത്തരവ് പാലിക്കാതെയായിരുന്നു ആ മറുപടി. ഇപ്പോൾ ആ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള വ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ പോലും അപ്പോൾ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഒരു കള്ളക്കളിയാണ് ഇത് എന്ന് പലരും സംശയിച്ചു പോയേക്കും. ഈ ഒരു നീക്കത്തെ ലോകോത്തര ടെക് ഭീമന്മാർ പോലും എതിർക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ നിലപാട് നോക്കുക. ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് ഈ സർക്കാർ നിർദ്ദേശമെന്നാണ് ആപ്പിൾ കമ്പനി നിലപാടെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇനി അവരുടെ കടുത്ത സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കാരണം ഈ നിർദ്ദേശത്തോട് സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലുമാണ് ആപ്പിൾ. സാംസങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ, ഷവോമിയുടെ കാര്യത്തിലാവട്ടെ, മറ്റ് ആൻഡ്രോയിഡ് നിർമ്മാതാക്കളുമൊക്കെ എതിർപ്പ് അറിയിക്കുകയുണ്ടായി.
മൊബൈൽ ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കാനും ഡാറ്റ ചോർച്ച തടയാനും കോടിക്കണക്കിന് ഡോളർ മുടക്കി ടെക്നോളജി വികസിപ്പിക്കുന്ന കമ്പനികൾ ഒരു രാജ്യത്തിൻ്റെ സർക്കാർ കൊണ്ടുവരുന്ന ആപ്പിനെ എതിർക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആപ്പിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളോ ഡാറ്റ ചോർത്താനുള്ള സാധ്യതകളോ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഫോൺ ഉപയോക്താക്കൾ ഓർത്തു വെക്കേണ്ട ഒന്നാണ് IMEI എന്ന് പറയുന്നത്. വ്യാജമായതോ തട്ടിപ്പിൽ ഉൾപ്പെട്ടതോ ആയിട്ടുള്ള IMEI നമ്പറുള്ള ഫോണല്ല ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് ഈ ആപ്പ് എന്നൊരു വാദം സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഈ IMEI അഥവാ ഇൻ്റർനാഷണൽ മൊബൈൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? ലോകത്ത് ഓരോ മൊബൈൽ ഫോണിനുമുള്ള വ്യക്തിഗതമായിട്ടുള്ള തിരിച്ചറിയൽ നമ്പറാണ്. ഈ ആപ്പ് നിങ്ങളുടെ IMEI നമ്പർ അത് സർക്കാരുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ആ നമ്പറും ആപ്പുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ എവിടെയാണുള്ളത്, ഏത് സിം കാർഡാണ് ഉപയോഗിക്കുന്നത്, ഏത് നെറ്റ്വർക്കിലാണ് നിങ്ങൾ സജീവമായിട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഭരണകൂടത്തിന് കൃത്യമായിട്ട് നേരിട്ട് അറിയാൻ കഴിയും. ഇപ്പോൾ സുരക്ഷയ്ക്കായിട്ട് എന്ന് പറയുന്ന ഈ ആപ്പ് ഭാവിയിൽ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ള ആശങ്കയാണ് വലുത്. അപ്പോൾ ജനങ്ങളുടെ ചലനങ്ങളും ജനങ്ങളുടെ സ്ഥാനവും ലൊക്കേഷനും ആശയവിനിമയങ്ങളും ഒക്കെ സർക്കാരിന് യഥേഷ്ടം ശേഖരിക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തത്സമയം അറിയാൻ കഴിയുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം ആ വോട്ടെടുപ്പിൽ പങ്കാളിയാകേണ്ട നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് പകരം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. നിങ്ങൾ ആ പോളിംഗ് ബൂത്തിൽ നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ മാപ്പ് കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. പോളിംഗ് ശതമാനം അടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു. നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് കാണുകയും അത്തരം വീഡിയോകൾ കാണുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ആ ആൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം ആ ഒരു വോട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എത്രയോ കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ ഇടപെടൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൗരന്മാരുടെ ഡാറ്റ ശേഖരിക്കുന്നത് എപ്പോഴും അപകടകരമാണ്, പ്രത്യേകിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ദുർബലമായ ഒരു രാജ്യത്ത്. അതും കൂടി നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ അനുഭവം നമ്മൾക്ക് ദുരനുഭവമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ആധാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആധാറിൻ്റെ എൻറോൾമെൻറ്റിന് വേണ്ടിയിട്ട് ശേഖരിച്ച നമ്മളുടെയൊക്കെ ബയോമെട്രിക് ഡാറ്റ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വൻകിട കമ്പനികൾക്ക് വേണ്ടി ചോർത്തപ്പെട്ട മുൻ അനുഭവങ്ങൾ നമുക്കുണ്ട്. സുപ്രീം കോടതിയുടെ കർശനമായിട്ടുള്ള നിലപാടുകളുണ്ടായി അതിനെതിരെ. എന്നിട്ടും ഡാറ്റ ചോർച്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സർക്കാർ ഒരു നിയന്ത്രണവുമില്ലാതെ ഈ വിവരങ്ങൾ വിൽക്കുകയോ വിദേശ ഏജൻസികൾക്ക് കൈമാറുകയോ ചെയ്യില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? ഇതിൽ രണ്ടാമത്തെ പ്രശ്നം സ്വകാര്യതയുടെ മൗലികാവകാശമാണ്. 2017 സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സ്വകാര്യത എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ളൊരു മൗലികാവകാശമാണ്. ഒരു പൗരൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരു കാരണവുമില്ലാതെ ഭരണകൂടം കടന്നു കയറുന്നത് ഈ മൗലികാവകാശത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. സഞ്ചാർ സാധിയെ പ്രതിവർഷം വിശേഷിപ്പിച്ചത് എന്താണെന്ന് നോക്കുക. അത് നേരത്തെ ചാര സോഫ്റ്റ്വെയറായിട്ടുള്ള പെഗാസസിൻ്റെ രണ്ടാം വരവ് എന്നുള്ള നിലയ്ക്കാണ്. ആ വിമർശനം വെറുതെ പ്രതിപക്ഷത്തിനെ വിമർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വിമർശനമല്ല, മറിച്ച് ഇസ്രയേലിൻ്റെ സൈബർ ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള NSO ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുള്ള ചാര സംവിധാനമാണ് പെഗാസസ്. ആ പെഗാസസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും പൗരാവകാശ പ്രവർത്തകരെയും ഇതിന് സുപ്രീം കോടതി ജഡ്ജിമാരെ പോലും നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ള ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ ഇനിയും കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടില്ല. സുപ്രീം കോടതി നിർദ്ദേശിച്ച അന്വേഷണവുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ പോലും കേന്ദ്രം തയ്യാറായിട്ടില്ല എന്ന കാര്യവും ആലോചിക്കേണ്ടതുണ്ട്. വ്യാജ കേസുകളിൽ കൊടുക്കപ്പെട്ടവരുണ്ട്. പ്രൊഫസർ ഹാനി ബാബു, റോണ വിൽസൺ, ഇങ്ങനെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അവരുടെ ലാപ്ടോപ്പുകളിൽ മാൽവെയറുകൾ ഉപയോഗിച്ച് വ്യാജമായിട്ടുള്ള തെളിവുകൾ കുത്തിത്തിരികിയ വിവരം US-ൻ്റെ സൈബർ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള സെന്റിനൽ-1 വെളിപ്പെടുത്തിയ കാര്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെയും ആക്ടിവിസ്റ്റുകളെയും നിരീക്ഷിച്ച ഒരു ഭരണകൂടം സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ നിർബന്ധമാക്കുമ്പോൾ അത് ചാരവൃത്തിയുടെ പുതിയ തലമാവില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ചരിത്രത്തിൽ ഏറ്റവും ഭീകരരായിട്ടുള്ള ഏകാധിപതികളുടെ കാലത്ത് എങ്ങനെയാണ് പൗരന്മാരെ നിരീക്ഷിച്ചിരുന്നത്? ഹിറ്റ്ലറുടെയും സ്റ്റാലിൻ്റെ രീതികൾ എന്തായിരുന്നു? ജർമ്മനിയിൽ ഗെസ്റ്റപ്പോ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് നിരീക്ഷിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയനിൽ KGB പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ അവരെല്ലാം പൗരന്മാരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചു. വിവര സാങ്കേതിക വിദ്യ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ പോലും ചാരന്മാരും ഒറ്റുകാരുമായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ച് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ഭരണകൂടം അറിയുമായിരുന്നു. സ്വകാര്യത പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെട്ട കാലം, എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്ത കാലം. ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ ഒരു ആപ്ലിക്കേഷൻ നിർബന്ധമാക്കുമ്പോൾ ഭരണകൂടത്തിന് അതിനേക്കാൾ എളുപ്പത്തിൽ യാതൊരു മനുഷ്യ ഇടപെടലും ഇല്ലാതെ നിങ്ങളെ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയും. നിങ്ങളുടെ ഫോൺ തന്നെയാണ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ചാരൻ. ഇത് ഡിജിറ്റൽ ഏകാധിപത്യത്തിൻ്റെ ഏറ്റവും പുതിയൊരു രൂപമാണ്. അപ്പോൾ സഞ്ചാർ സാഥി പോലെയുള്ള ആപ്പുകൾ പൗരന്മാരെ നിരീക്ഷിക്കാനും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും പ്രതിഷേധക്കാരെ ട്രാക്ക് ചെയ്യാനും വ്യാജ തെളിവുകൾ സൃഷ്ടിക്കാനും ഒക്കെ ഉപയോഗിക്കപ്പെട്ടേക്കാം. നമ്മുടെ സർക്കാർ ഈ വിഷയത്തിൽ ആരെയാണ് മാതൃകയാക്കുന്നത് എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്.
അത് റഷ്യയുടെ മാതൃക നോക്കുക. എല്ലാ സ്മാർട്ട് ഫോണുകളിലും സർക്കാർ പിന്തുണയുള്ള സന്ദേശ വിനിമയ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് 2020 റഷ്യ ഇപ്പോഴത്തെ ഈ സഞ്ചാർ സാധിക്ക് സമാനമായിട്ടൊരു ഉത്തരവിറക്കുകയുണ്ടായി. പൗരന്മാരുടെ മേലുള്ള ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം വർദ്ധിപ്പിക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇനി തൊട്ടടുത്തുള്ള ചൈനയുടെ കാര്യം നോക്കുക. അത് ചൈനീസ് മാതൃക എന്ന് നമുക്ക് പറയാം. ചൈനയിൽ നടപ്പാക്കിയിട്ടുള്ളത് സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന ഒന്നാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള സർവൈലൻസ് സംവിധാനമാണ് ചൈന നടപ്പാക്കിയിട്ടുള്ള സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം. അവിടെ ഓരോ പൗരൻ്റെയും ചലനങ്ങൾ, സംഭാഷണങ്ങൾ, വാങ്ങലുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ക്രെഡിറ്റ് സ്കോർ നൽകുകയാണ്. ഈ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ പൗരാവകാശങ്ങൾ വരെ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇസ്രയേലും ചൈനയും ഒക്കെ ആക്ടിവിസ്റ്റുകളെ ട്രാക്ക് ചെയ്യാനും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങളും ഹിംസയുടെ പ്രത്യയശാസ്ത്രവും ആവേശപൂർവ്വം കടം കൊള്ളുന്നവരാരായാലും ആ വഴിക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഭരണകൂടം പൗരന്മാരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി അവകാശങ്ങൾ ഹനിക്കുന്ന ഇത്തരം പരിപാടികളെ, ഇത്തരം നീക്കങ്ങളെ ബിഗ് ബ്രദർ നീക്കങ്ങളെന്നാണ് പറയുന്നത്. ആ നീക്കങ്ങളുടെ സൂചന എന്നുള്ള നിലയ്ക്കാണ് സഞ്ചാർ സാധിയെ ഇന്ത്യയിലെ പ്രതിപക്ഷം മാത്രമല്ല പൗരാവകാശ പ്രവർത്തകരും സാധാരണ ജനവും കണ്ടത്. ആ കണ്ടതിനോടുള്ള ഒരു ഏറ്റവും പെട്ടെന്നുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് വേണം പ്രീ ഇൻസ്റ്റലേഷൻ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതിരോധത്തിൻ്റെ വഴികൾ? പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഭരണകൂടം ഉടൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് എല്ലാ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാർ സാധി നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണമെന്ന രഹസ്യ ഉത്തരവ് പൂർണ്ണമായും പിൻവലിക്കണം. അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പൂർണ്ണമായിട്ടും ഉപയോക്താവിൻ്റെ വിവേചനാധികാരത്തിൽ വിടണം. രാജ്യത്ത് ശക്തമായിട്ടുള്ളൊരു ഡാറ്റ സംരക്ഷണ നിയമം കൊണ്ടുവരണം. ഡാറ്റ പ്രൊട്ടക്ഷൻ ലോ കൊണ്ടുവരണം. ഈ നിയമത്തിൽ സർക്കാർ ഏജൻസികൾക്ക് പൗരന്മാരുടെ ഡാറ്റ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. സർക്കാർ ആപ്ലിക്കേഷനുകളുടെ സോഴ്സ് കോഡ് സാങ്കേതിക വിദഗ്ധർക്കും ഓഡിറ്റിംഗ് ഏജൻസികൾക്കും പരിശോധനയ്ക്കായിട്ട് ലഭ്യമാക്കണം. ആപ്പ് ചാരവൃത്തി നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ ഒന്നിക്കുകയും പൗരന്മാരുടെ മൗലികാവകാശ ലംഘനത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉയർത്തുകയും വേണം. ഇപ്പോൾ പ്രീ ഇൻസ്റ്റലേഷൻ ഒഴിവാക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ വരുമ്പോൾ അതിന് കാരണം ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു വിഷയമാണ്. ഓരോ മനുഷ്യൻ്റെയും കയ്യിലൊരു മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന അതിനകത്തുള്ള ചാരപ്രവൃത്തി ആരോപണങ്ങൾ അടക്കമുള്ളവ ആളിക്കത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോഴത്തെ ഈ ഒരു പിന്മാറ്റത്തിന് തീരുമാനം വന്നിരിക്കുന്നത്. പൗരന്മാരുടെ തലയിൽ ചിപ്പ് ഘടിപ്പിക്കാൻ കൂടിയേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് പ്രതിപക്ഷത്തിലെ നേതാക്കൾ പലരും പറഞ്ഞത്. ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകരുതെന്ന് അവർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെ ഈ ആപ്പ് തൽക്കാലത്തേക്ക് പ്രീ ഇൻസ്റ്റലേഷൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ കൂടുതൽ തന്ത്രത്തോടു കൂടി നടപ്പാക്കാനുള്ള നീക്കമുണ്ടാവും. ആ നീക്കത്തെ രാഷ്ട്രീയമായിട്ടോ സാങ്കേതികമായോ മാത്രമല്ല ധാർമ്മികമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടും കൂടി നാം കാണണം. ഭരണകൂടത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ചോദ്യം ചെയ്യപ്പെടാതെ സ്ഥാപിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാവും. അപ്പോൾ നമ്മുടെ സംഭാഷണങ്ങൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ സ്വകാര്യത ഇതൊന്നും ഭരണകൂടത്തിന് അനാവശ്യമായിട്ട് നിരീക്ഷിക്കാനുള്ളതല്ല. സ്വകാര്യത എന്നതൊരു മൗലികാവകാശമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ മതിയാവൂ. ഒരു ജനാധിപത്യ രാജ്യത്ത് സർക്കാർ ഒരു ആപ്പ് നിർബന്ധമാക്കാൻ രഹസ്യമായിട്ട് നീക്കം നടത്തുന്നുവെങ്കിൽ അത് ജനങ്ങളുടെ വിശ്വാസ്യതയെയാണ് തകർക്കുന്നത്. ജനങ്ങളെ അവിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടേതെങ്കിൽ അത് ഏകാധിപത്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് എന്ന് പറയേണ്ടി വരും. സഞ്ചാർ സാധി ചാരപ്പണിക്കുള്ള ആപ്പല്ല എന്നാണ് മന്ത്രി പറയുന്നത്. എങ്കിൽ എന്തുകൊണ്ട് ഇത് രഹസ്യമാക്കി വെച്ചു? എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനാവാത്ത വിധം ഉൾപ്പെടുത്താൻ ആദ്യം നിർബന്ധിച്ചു? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ലഭിക്കാതെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഈ നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി പ്രതികരിക്കാൻ നാം തയ്യാറായേ മതിയാകൂ.